ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി പുതിയ വേലക്കാരിയെ കൊണ്ടുവന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുക. അപ്പോൾ അലീനയോട് വെട്ടും കിടക്കായിട്ട് ഇറങ്ങിക്കോളാനും പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ബാലനെ പരിചയപ്പെടുത്താനായിട്ട് മുകളിലോട്ട് ആശാത്തി കയറി പോവുക വേലക്കാരിയും കൊണ്ട്. അപ്പോഴാണ് മോൻ ഇറങ്ങി വരുന്നത്. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ആരാ അമ്മ ഇത് എന്ന് മോൻ ചോദിച്ചു. അപ്പോൾ പുതിയ ഹോം നേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശിയെ നോക്കാൻ വന്നതാണോ? മുത്തശ്ശിയെ മാത്രമല്ല, നിന്റെ അച്ഛനെ പേര് സുമിത്ര. അപ്പോൾ വരാൻ പോകുന്നതേ ഉള്ളൂ, ഇന്ന് മുതൽ ജോലി തുടങ്ങുവാണോ എന്ന് ചോദിക്കുമ്പോൾ തുടങ്ങിക്കോളാം ഞാൻ പറഞ്ഞു അമ്മ മോനോട്. അന്നേരം അമ്മ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ കൊല്ലപ്പള്ളിക്ക് പോയതായിരുന്നു. ഞാനൊന്ന് പുറത്തോട്ട് പോവുക കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. രോഹിത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ആളായിട്ട് ചേട്ടൻ്റെ അടുത്തേക്ക് ഈ ചേച്ചീനെയും കൊണ്ട് കയറി ചെല്ലുക. ബാലൻ അന്നേരം അവിടെ മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ കിടക്കുവാണേ. എന്നിട്ട് ചെന്ന് വാതിലയിൽ കുറേ മുട്ടി. അപ്പോൾ കമ്മിങ് എന്ന് ബാലൻ പറഞ്ഞു. കമ്മിങ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വൈജ പതുക്കെ അകത്തേക്ക് അങ്ങ് കയറി ചെന്ന് വാതിലും തുറന്ന് പുതിയ നഴ്സിനെയും വിളിച്ച്. അപ്പോൾ ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഇത് പുതിയ ഹോം നേഴ്സ് ആണെന്ന് പറഞ്ഞു വൈജ. അന്നേരം നമ്മുടെ ബാലന് കാര്യം മനസ്സിലായി. ആണോ? ഇവരുടെ പേര് സുമിത്ര എന്നാണെന്നും പറഞ്ഞു. സുമിത്ര? അതെ എന്ന് ബാലനോട് പറയാം. അപ്പോൾ സുമിത്ര ആരാ സെലക്ട് ചെയ്തേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കാം. ഞാൻ ഇവളെ ഏജൻസിയിൽ പോയി കണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് വന്നതാണെന്ന് പറയുമ്പോൾ ആര് പറഞ്ഞിട്ടാണെന്ന് ചോദിച്ചു വൈജയോട്. ആരെങ്കിലും പറഞ്ഞിട്ടാണോ ബാലചന്ദ്രൻ അലീനയെ വെച്ചത്? ഉവ്വ്, മനു പറഞ്ഞു. അവനോട് കുഞ്ഞരാമമേനോൻ പറഞ്ഞായിരുന്നു. അതേതോ ഓർഫണേജിൽ നിന്നല്ലേ ഇത്. അങ്ങനെയൊന്നും അല്ല. ബാലനൊന്ന് ചിരിച്ചു. മൊബൈൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുക. അത് കഴിഞ്ഞിട്ട് മൊബൈൽ ഓഫ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. ഇന്ന് മുതൽ ഇവളാണ് അമ്മയെ നോക്കുന്നത്. ബാലചന്ദ്രൻ്റെ കാര്യങ്ങളും നോക്കിക്കോളും. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്ന് വൈജ ബാലനോട് പറയുമ്പോൾ ബാലൻ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുക. അപ്പം ഇങ്ങനെ വൈജയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. പുല്ല് വില പോലും ആക്കിന് കൊടുക്കുന്നുമില്ല. അങ്ങനെ ഫോൺ എടുത്ത് പൈസ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോണിൽ പറയുക കേട്ടോ. വൈജ മൈൻഡ് ചെയ്യുന്നില്ലേ. എന്നാൽ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുക കേട്ടോ എന്ന് വൈജ പറയുമ്പം ആയിക്കോട്ടെ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അതും പറഞ്ഞ് ഇവരങ്ങ് താഴേക്ക് ഇറങ്ങി പോകുവാണ്. ആ ചേച്ചിയാണെങ്കിൽ വൈജയും സാറിനെയും മാറി മാറി ഇങ്ങനെ നോക്കുവാണ്. എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അത് കഴിഞ്ഞ് ബാലൻ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുന്നു. ഇത് കഴിഞ്ഞപ്പോൾ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ സുമിത്ര എന്ന് പറയുന്ന പുള്ളിക്കാരി കയറി ഇറങ്ങി എനിക്ക് വിശക്കാൻ തുടങ്ങി, കഴിക്കാൻ വല്ലതും തായോ, പരിചയപ്പെടലൊക്കെ പിന്നെ ആവാലോ എന്ന് പറഞ്ഞു. എന്നാ നീ വാ, ഞാൻ ഭക്ഷണം എടുത്ത് തരാം എന്ന് വൈജയന്തി പറഞ്ഞു. അലീന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മൂക്കുമുട്ട തിന്നാൻ എടുത്ത് കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. അങ്ങനെ കയ്യും കഴുകി വന്ന് ഊണുമേശയിലേക്ക് അങ്ങ് ഇരിക്കുമ്പോഴേക്കും വൈജ നോക്കുക. ഇതെന്താ ഇടപാട്? സുമിത്ര കിച്ചണിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് പറയുമ്പം അത് വേണ്ടെന്നേ, ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം എന്ന് ചേച്ചി വൈജയോട് പറഞ്ഞു. വന്ന വേലക്കാരി മുച്ചോട് മുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആ വൈജയെ അന്നേരം അലീനയെ കണ്ടു. അലീന ഇത് വന്ന് ഇങ്ങനെ നോക്കി ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. ഒരാക്കിയ ചിരിയും ചിരിച്ച് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുമ്പോൾ വൈജ ചൂളി വെളുത്തിങ്ങനെ നിൽക്കുക. വീണ്ടും അലീനയുടെ മുന്നിൽ തൊലി ഇരിക്കാൻ ഒരു കാരണം കൂടിയായി. ചില വീട്ടുകാർ ഭയങ്കര ചാടക്കാരാണെന്നേ വലിയ പൊങ്ങച്ചമൊക്കെ പറയും. പിന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും സമ്മതിക്കത്തേ ഇല്ലെന്നേ. അവിടുത്തെ വീട്ടുകാരെ കൊച്ചമ്മേന്നും മേഡോ എന്നൊക്കെ വിളിക്കണം. ഞാൻ ചേച്ചിയെന്നേ വിളിക്കത്തുള്ളൂ. പിന്നെ അങ്ങനെയുള്ള വീട്ടിലേ ഞാൻ നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വൈജയ്ക്കാണെങ്കിൽ ആകെ ഒരു ഗതികെട്ട് പോയില്ലേ. എങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കെന്താ നമ്മുടെ അലീനയ്ക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം നീ ഇവിടെ ഇരുന്നോ സുമിത്രയെ? എല്ലാവരെയും ഞാൻ ഇരുത്താറില്ല, നിനക്ക് ഇതാ ഇഷ്ടമെങ്കിലും നീ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ അലീന നിൽക്കുമ്പം നോക്കി നിൽക്കാതെ ഇവൾക്ക് വിളമ്പി കൊടുക്കണേ, പൊട്ടിരിപ്പില്ലേന്ന് ചോദിച്ചു. ഉണ്ട്, കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിലരുടെ വിചാരം ഹോം നേഴ്സ് എന്ന് പറഞ്ഞാൽ അടിമപ്പണിക്കാരിയാണെന്നാ, അടുക്കള ജോലിയും കൂടി ചെയ്യിപ്പിക്കാനൊക്കെ നോക്കുമെന്നേ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ എന്ന് ചേച്ചി അങ്ങ് പറഞ്ഞു. അപ്പോഴും വൈജയന്തിക്ക് ദേ കിടക്കുന്നു. നല്ല മുട്ടൻ പണിയാണെന്ന് മനസ്സിലായി. ഇതെല്ലാം കേട്ട് നമ്മുടെ അലീന ഇങ്ങനെ ചിരിക്കുക. അലീനയുടെ മുന്നിൽ ഇങ്ങനെ മാറിപ്പൊഴുത്തിങ്ങനെ നിൽക്കുക നമ്മുടെ വൈജ. അലീന എന്നിട്ട് അടുക്കളയിലേക്ക് കയറിപ്പോയി. അപ്പോൾ ശമ്പളം ഓഫീസിൽ നിന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ, 20,000 രൂപയാ. 10,000 അല്ലേ അഡ്വാൻസ് കൊടുത്തത്. അപ്പോൾ അതെല്ലാം തരാമെന്ന് സമ്മതിച്ചതല്ലേ. പിന്നെ ടിപ്പായിട്ട് എന്ത് തന്നാലും ഞാൻ വാങ്ങിക്കും. ഫുഡ് എവിടുന്ന് തരണം, മാസത്തിൽ 4 അവധിയും വേണമെന്നൊക്കെ പറഞ്ഞു. എന്നും പറഞ്ഞ് വൈജ തലയാട്ട് തുടങ്ങി. വൈജ കുറേ വെള്ളം കുടിക്കും, പുള്ളിക്കാരി വെള്ളം കുടിപ്പിക്കും വൈജയെ. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ഫുഡ് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ വെച്ചു. അപ്പോൾ പാത്രത്തിൽ നിന്ന് കുറേ ഇങ്ങനെ പാത്രത്തിലേക്ക് എടുത്തിടും. അപ്പോൾ പഴം പുഴുങ്ങിയതും കറിയും എല്ലാം നമ്മുടെ അലീന കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ചേച്ചിക്ക് ചായയാണോ കാപ്പിയാണോ വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചിന്നോ? നിനക്ക് നാണമില്ലേ എന്നെ ചേച്ചിയെന്ന് വിളിക്കാനെന്ന് അലീനയോട് ഈ സുമിത്ര ചോദിക്കുക. എനിക്കങ്ങനെ വലിയ പ്രായമൊന്നുമില്ല, 1-2 വയസ്സിന് വ്യത്യാസം കാണുമായിരിക്കും. ചേച്ചിന്ന് പേര് വിളിച്ചാൽ മതി കേട്ടോ. അല്ലേ, കൊള്ളാലോ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇരിക്കാം. അപ്പം സോറി എന്ന് പറഞ്ഞു നമ്മുടെ അലീന.
അലീന എന്നിട്ട് ഇങ്ങനെ നോക്കുക വൈജയന്തി ഇങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അലീന അടുക്കളയിലേക്ക് കയറിപ്പോയി. ഉള്ള കറിയും അതിനകത്തുണ്ടായിരുന്ന പുട്ടും മുഴുവൻ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ല ഭേഷായിരുന്നു കഴിക്കാൻ നമ്മുടെ സുമിത്ര ചേച്ചി. അലീന കുടിക്കാനുള്ള ചായയും കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. പുള്ളിക്കാരുടെ കഴിപ്പ് കണ്ടപ്പോൾ തന്നെ വൈജയുടെ കിളി പോയി. വൈജ ഇങ്ങനെ നോക്കി നിൽക്കുക. കുറേ പുട്ടെടുത്ത് വായിലേക്ക് തള്ളി ഇങ്ങനെ വെച്ചിട്ട് വൈജയെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ സുമിത്ര ചേച്ചി അലീനെ അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. തുറന്നു പോയി അലീനയുടെ ഈ ചേച്ചിയുടെ കഴിപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ. വൈജയ്ക്കാണ് മിണ്ടാനും പറ്റുന്നില്ല, ഇറക്കി വിടാനും പറ്റുന്നില്ല. വൈജ ഇങ്ങനെ നിന്ന് ഉരുക. വൈജയുടെ മുഖമൊക്കെ അങ്ങോട്ട് വല്ലാണ്ടാകുന്നുണ്ട് ഇതിൻ്റെ കഴിപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. വൈജയ്ക്ക് അങ്ങ് ദഹിക്കുന്നില്ല. ഓക്കാനം വരുമോ എന്തൊക്കെയോ ഒരു വിമിഷ്ടമൊക്കെ ആയിട്ട് വൈജയന്തി അങ്ങ് നീങ്ങി നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാലൻ പതുക്കെ ബാൽക്കണിയിൽ വന്നു. എന്നിട്ട് പതുക്കെ അതിങ്ങനെ നോക്കുക. എന്നിട്ട് ഇത്രയും ദിവസത്തിന് ശേഷം നമ്മുടെ ഹോളിലേക്ക് ഇറങ്ങി വരുമോ ബാലൻ. അപ്പോൾ അടുക്കളയിലുണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്. വൈജയും അലീനയും ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും നിൽപ്പുണ്ട്. പുള്ളിക്കാരി മൂക്കുമുട്ട ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നുമുണ്ട്. ഇത് കണ്ട് അന്തം വിട്ടാണ് നമ്മുടെ ബാലൻ ഇറങ്ങി വരുന്നത്. ബാലൻ ഇറങ്ങി വന്നപ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഇവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ബാലൻ ഇറങ്ങി വരുന്നത് കണ്ട് വൈജയ്ക്ക് ഒരു ടെൻഷൻ. വൈജ ആകെ അന്താളിപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം സാറ് വിളിച്ചില്ലല്ലോ എന്ന് അലീന പറഞ്ഞു. വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. എന്താ സാറേ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം എനിക്കൊന്നും വേണ്ട, വെറുതെ ഞാൻ വന്നതാ. അപ്പോൾ ആ പുള്ളിക്കാരി ഭക്ഷണം കഴിക്കുന്നിടത്ത് എഴുന്നേറ്റു. അയ്യോ ഇരുന്ന് കഴിച്ചു, സമാധാനമായിട്ടിരുന്ന് കഴിച്ചു എന്ന് ബാലൻ ആ പുള്ളിക്കാരിയോട് പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ച് അവിടെ ഇരുന്ന് പിന്നെ ഇത് വാരി കഴിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് വൈജ ആണെങ്കിൽ ബാലനെ ഇടയ്ക്ക് നോക്കും, അലീനെ ഇടയ്ക്ക് നോക്കും, ഈ സുമിത്ര ഇടയ്ക്ക് നോക്കും. എന്നിട്ട് ഇങ്ങനെ ചമ്മി നിൽക്കുക. അപ്പം ഇത് ആരുടെ ഭാഗാ എന്ന് ചോദിച്ചു ബാലൻ. ഇത് എൻ്റെയാന്ന് പറഞ്ഞു ചേച്ചി. കഴിച്ചോ കേട്ടോ, കഴിച്ചോ എന്നും പറഞ്ഞിരുന്ന് നമ്മുടെ ബാലൻ കഴിപ്പിക്കുന്നു. വൈജയ്ക്കാണെങ്കിൽ നാണക്കേടും കൊണ്ട് മിണ്ടാനും പറ്റുന്നില്ല. മൊത്തത്തിൽ ഇങ്ങനെ ആയിട്ട് നിൽക്കുക ഇഷ്ടപ്പെട്ട്. അപ്പോൾ ബാലൻ പതുക്കെ ചേച്ചിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാമെന്ന് ചോദിച്ചു. അപ്പോൾ കൊള്ളാം, നല്ല ടേസ്റ്റാണെന്ന് ചേച്ചി പറഞ്ഞു. വയറ് നിറച്ച് കഴിച്ചോ കേട്ടോ, ആദ്യമായിട്ട് വരികയല്ലേ ഇവിടെ എന്ന് ബാലൻ ഇങ്ങനെ ആ ചേച്ചിയോട് പറഞ്ഞു. എന്ന് പറഞ്ഞ ചേച്ചി പിന്നെ കോരിയിട്ട് കഴിക്കുന്നു. അലീന കൊടുത്ത ചായ കുടിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ വൈജയ്ക്ക് അങ്ങോട്ട് എന്ന് പറയണ്ടേന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. വന്നു കയറിയ വേലക്കാരി കൊടുത്ത പണി വൈജ ഒട്ടും പ്രതീക്ഷിച്ചില്ല. തിന്ന പാത്രവും അവിടെ വെച്ചിട്ട് കൈയൊക്കെ നക്കി തോർത്തിതേ പുള്ളിക്കാരി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അലീനയോട് വന്ന് നമ്മുടെ വൈജയന്തി അന്നേരം പറയും അതെടുത്തുകൊണ്ട് കഴുകി വെക്കാനായിട്ട്. അപ്പോൾ അലീന അതെടുക്കാനായിട്ട് അങ്ങ് പോയി കഴുകി വെക്കാൻ, പാത്രം എടുക്കാനേ. അപ്പോൾ ഇതൊക്കെ കണ്ട് ബാലൻ ഇങ്ങനെ നിൽക്കുക അവിടെ. നല്ല അന്തസ്സായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അലീന പ്ലേറ്റ് എടുത്തപ്പോഴത്തേക്കും ആ പ്ലേറ്റ് അവിടെ വെക്കാൻ പറഞ്ഞു അലീനയോട് ബാലൻ. അലീന ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ വൈജയന്തിയും നോക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് അലീന പ്ലേറ്റ് എടുത്തതുപോലെ തന്നെ അവിടെ വെച്ചു കേട്ടോ. അപ്പോഴേക്കും മറ്റേ സുമിത്ര ചേച്ചി വന്നു. സുമിത്ര കഴിച്ച പാത്രമല്ലേ ഇത്? അതെ. അപ്പോൾ ഒന്ന് കഴുകി വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാത്രങ്ങളല്ലേ, ഞാൻ കഴുകിക്കോളാം സാറേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര ചേച്ചി ആ പാത്രം എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി കഴുകാനായിട്ട്. അപ്പോൾ അലീനയും ഈ സുമിത്ര ചേച്ചി ഇങ്ങനെ നോക്കുക കേട്ടോ. അതെ, ഇതെവിടെയാണ് വെക്കണ്ടേ? അപ്പോഴേക്കും നമ്മുടെ അലീന വാഹനം പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോണു. ചേച്ചി അടുക്കള കൊണ്ടേ കാണിച്ചും കൊടുത്തു. അപ്പോഴത്തേക്കും പുറത്ത് പോയ രോഹിത്തും വന്നു, അകത്തുണ്ടായിരുന്നു ബബിതമോളും വന്നു. രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക അവിടെ. ബാലൻ ഭയങ്കര കലിപ്പിലാ. വൈജയന്തി ഉണ്ടക്കണം മിഴിച്ചിങ്ങനെ ബാലനെ നോക്കി ഇങ്ങനെ തൊട്ടരികിൽ നിൽപ്പുണ്ട്. എന്താ അവിടെ നിന്നൊന്നും പോരാത്തതെന്നുള്ളതാണ് വൈജയന്തിക്ക്. അപ്പോൾ സുമിത്രയും നമ്മുടെ അലീനയും കൂടെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ സുമിത്രയോട് ബാലൻ ചോദിച്ചു, സുമിത്രേ നിനക്ക് എത്ര ശമ്പളം പറഞ്ഞേക്കുന്നത്? അപ്പോൾ 20,000 ആണെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ലീവ്? അപ്പോൾ മാസം 4 ലീവ്. നീ അടുക്കളപ്പണിയൊക്കെ ചെയ്യുമോ? ഇല്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്ന് സുമിത്ര ഇങ്ങനെ ബാലനോട് പറയുമ്പോൾ, നീ വീടും മുറ്റുമൊക്കെ തൂത്ത് ഉടയ്ക്കോ? ഇല്ല, അത് ഹോം നേഴ്സിന്റെ പണിയല്ല സാർ എന്ന് നമ്മുടെ ചേച്ചി പറയപ്പോഴത്തേക്കും വൈജയ്ക്ക് കലി കയറി. വൈജ നിന്ന് ഉരുകാൻ തുടങ്ങി. ചൂളി വെളുത്തി ഇങ്ങനെ നിൽക്കുക. അപ്പം അലീന ഇത് കേട്ടിട്ട് നമ്മുടെ വൈജയെ ഒന്ന് നോക്കി. ബബിതയും മോനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. നീ ഡ്രസ്സ് വാഷ് ചെയ്യുക അയൺ ചെയ്യുക ചെയ്യുമോ? അപ്പം അതൊന്നും ഹോം നേഴ്സിന്റെ ജോലിയല്ല സാർ എന്ന് ചേച്ചി പറഞ്ഞു കേട്ടോ. അലീന അന്നേരം ഒന്നും മിണ്ടുന്നില്ല. നീ എൻ്റെ മക്കളെ സ്വന്തം കൂടപ്പിറപ്പുകളെ കണ്ട് സ്നേഹിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചേച്ചി അലീനയുടെ നേരെ ഇങ്ങനെ നോക്കുക. അപ്പം അലീനയ്ക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. അപ്പോഴേക്കും വൈജയന്തിക്ക് അതങ്ങ് ദഹിക്കുന്നില്ല. വൈജയന്തി ഇങ്ങനെ ഉണ്ടക്കൊണ്ടും വീഴ്ചിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അലീനയാണ് ദയനീയമായിട്ട് നമ്മുടെ സാറിനെ നോക്കുന്നു. അപ്പോഴേക്ക് ഈ ചേച്ചി വന്നിട്ട്, എന്നാ ചേച്ചി ഇതൊക്കെ ഓഫീസിലെല്ലാം പറഞ്ഞ് സമ്മതിച്ചല്ലെന്ന് ചോദിച്ചു. അപ്പം സുമിത്രേ, അതെ, ഈ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടോ അലീന? അവൾ ഇതെല്ലാം നല്ല അന്തസ്സായിട്ട് ചെയ്യും, നല്ല രുചിയായിട്ട് ഭക്ഷണം പാകം ചെയ്യും. നീ കഴിച്ചല്ലേ, കൊള്ളാമെന്ന് നീ പറയുകയും ചെയ്തല്ലോ, പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അലീന ഒന്നും മിണ്ടുന്നില്ല. അലീന അന്നേരത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നിന്നു കേട്ടോ. അപ്പോഴേക്ക് രോഹിത്തും പുച്ഛത്തോടെ നിൽക്കുക. അവൾ അടുക്കളപ്പണി മുഴുവൻ ചെയ്യും, വീടും മുറ്റും തൂത്തു ഉടയ്ക്കും, എല്ലാവരുടെയും ഡ്രസ്സ് വാഷ് ചെയ്ത് ഉണങ്ങി അവൾ അയൺ ചെയ്ത് വെക്കുകയും ചെയ്യും. എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്നുള്ള രീതിയിൽ ഇങ്ങനെ അവിടെ നിൽക്കുക.
അതുകൂടാതെ അവൾ ഹോം നേഴ്സിൻ്റെ ജോലിയും ചെയ്യും. എല്ലാ ജോലിയും ചെയ്യുമെന്ന് പറയുമ്പോൾ വൈജയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. വൈജ ഇങ്ങനെ നമ്മളോണ്ടുള്ള രീതിയിൽ ഇങ്ങനെ അവിടെ നിൽക്കുക. മക്കൾക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. ഇതിനെല്ലാം പുറമെ അവൾ ഈ വീട്ടിലുള്ളവരെ സ്വന്തം കുടുംബാംഗങ്ങളായി കണ്ട് സ്നേഹിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞു ബാലൻ. അപ്പം അലീനയുടെ കണ്ണ് നിറഞ്ഞു. അലീനയ്ക്ക് കരച്ചിൽ വന്നു. അലീന പക്ഷെ ആ കണ്ണുനീര് തടഞ്ഞു നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും വൈജയ്ക്ക് പുച്ഛത്തോടെ അലീനയെ നോക്കുക വൈജയന്തി. തീർന്നില്ല സുമിത്രേ കാര്യങ്ങൾ. അവളുടെ ശമ്പളം എത്രയാണെന്നറിയാവോ? 15,000 രൂപ. ലീവ് എത്രയാണെന്നറിയോ? ലീവ് അവൾക്ക് ഇല്ല. അതറിയാവോ എന്ന് ചോദിച്ചു. ഷോ എന്നും പറഞ്ഞുകൊണ്ട് ആ ചേച്ചി എന്തിനാ താടയ്ക്ക് കൈ കൊടുത്തത് നമ്മുടെ വൈജയെ ഇങ്ങനെ നോക്കുക. സ്വന്തം വീട്ടിൽ ആർക്കും ലീവില്ല. അതുകൊണ്ട് അവളും അതങ്ങ് വേണ്ടാന്ന് വെച്ചേക്കുവാ. എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ തല തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അലീനയ്ക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട്. ഇത് എന്നതാണോ എന്തോ വരാൻ പോണേന്ന് ഓർത്തിട്ട്. ഈ സുമിത്രയാണെങ്കിൽ ഇടയ്ക്ക് വൈജയന്തി ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ അങ്ങ് നോക്കും. അപ്പോൾ എന്നെ ആവശ്യമില്ലെങ്കിൽ എന്നെ പിന്നെ എന്തിനാ വിളിപ്പിച്ചേ? അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, ഞാനല്ലല്ലോ വിളിപ്പിച്ചത്. ഞാനിപ്പോൾ എന്നെ ഇവിടെ ചെയ്യണ്ടേ? ഇപ്പം വേണമെന്നാണോ വേണ്ടെന്നാണോ എന്നാന്ന് വെച്ചാൽ പറയാന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം തന്നെ അതങ്ങ് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. നേരെ മക്കളോട് ചോദിച്ചു, രോഹിതേ ദേ നിനക്ക് സുമിത്രയുടെ സേവനം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മോൻ പേടിച്ചിട്ട് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുക. അമ്മയുടെ നേരെ ഒന്ന് നോക്കി. പേടിയാ ബബിതയ്ക്ക് അതിനേക്കാളും വലിയ പേടിയാ. ബബിതയും പേടിച്ച് നിൽക്കുക. അപ്പോൾ ഉണ്ടോ ഇല്ലയോ പറയടാ എന്ന് ബാലൻ പറയുമ്പോൾ ഇല്ലാന്ന് പറഞ്ഞു. അവിടെ ആദ്യത്തെ പടക്കം അവിടെ ചീറ്റിപ്പോയി. വൈജയന്തിയുടെ പടക്കം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിത ഇങ്ങനെ നിൽക്കുന്നു. അലീനയുടെ സേവനം നിനക്ക് ആവശ്യമുണ്ടോ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ വേണ്ടാന്നുള്ള രീതിയിൽ പറയാൻ തലയാട്ടുവാണ് നമ്മുടെ വൈജ അവിടെ. അപ്പോൾ രോഹിത് ഇങ്ങനെ നോക്കുക. അപ്പോൾ അലീനയും ഇങ്ങനെ രോഹിത്തിനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ബാലൻ തിരിഞ്ഞു നോക്കി. ഇല്ല എന്ന് പറയുന്നവർക്ക് അലീന ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നും അവരുടെ ഡ്രസ്സ് അലക്കാനോ അയൺ ചെയ്യാനോ അവരുടെ പ്ലേറ്റ് കഴുകാനോ അവരുടെ റൂം ക്ലീൻ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു നിബന്ധന അങ്ങ് വെച്ചു. നിന്നെ ആവശ്യമില്ലാത്തവർക്ക് നീ ഒന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു പാഠം നീ പഠിച്ചിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു എന്താ പറയുന്ന ഒരു അവസാന വരയ്ക്കുക നമ്മുടെ ബാലൻ. വൈജയന്തിയുടെ നെഞ്ചത്തൂടെ വരയ്ക്കുക. വൈജയന്തി ഞെട്ടിപ്പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ല ബാലൻ ഇതുപോലെ പ്രതികരിക്കും, താഴെ ഇറങ്ങി വരുമെന്നുള്ളത്. രോഹിത് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, അലീനയുടെ സേവനം വേണോ വേണ്ടയോ എന്നാ ചോദിച്ചത് എന്ന് മകൻ്റെ അരികിലേക്ക് ചോദിക്കുമ്പോഴേക്കും വേണം എന്ന് രോഹിത്ത് പറഞ്ഞു. ദേ കിടക്കുന്ന ചട്ടിങ്കല നിലത്ത് ഛേ എന്നും പറഞ്ഞുകൊണ്ട് വൈജി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. പാവ അലീന ചെറുത്താനും കടലിൽ നടുക്കി ഇങ്ങനെ നിൽക്കുവാണ്. ബബിതേ നിനക്കോ? അപ്പോൾ വേണമെന്ന് ബബിതയും പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ദേ എനിക്കും അമ്മയ്ക്കും കൂടി അലീനയുടെ സേവനം മക്കൾ കൂടാതെ വേണം എന്ന് ഈ ബാലൻ പറയുമ്പോൾ അമ്മയ്ക്ക് ആരുടെ സേവനമാണ് വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ബാലചന്ദ്രൻ അല്ല അമ്മയാണെന്ന് വൈജ പറയുമ്പം അമ്മയോട് ഞാൻ ചോദിക്കാം, അമ്മയ്ക്ക് സുമിത്രയുടെ സേവനമാണ് ആവശ്യമെങ്കിൽ ഇപ്പം തന്നെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുപോയി സേവിച്ചോളണം, ഇവിടെ പറ്റില്ല എന്ന് ബാലൻ അവിടെയും അടിവര ഇട്ട് പറഞ്ഞു. അവിടെയും വൈജയന്തി ദേ കിടക്കുന്നു. നീ തന്നെ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു, എന്നിട്ട് പിടിച്ച് കാറിലോട്ട് കയറ്റിക്കൊള്ളാനും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞതേ നമ്മുടെ ബാലൻ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ വൈജ തിരിഞ്ഞൊരു നിപ്പായിരുന്നു കേട്ടോ. ഇനി ചോദിക്കാനുള്ളത് നിന്നോടാ, നിനക്ക് അലീനയുടെ സേവനം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാൻ കൈ ഓങ്ങുമല്ല, സൂക്ഷിച്ചു മറുപടി പറയണമെന്ന് ബാലൻ വൈജയോട് പറഞ്ഞു. അന്നേരം എനിക്ക് ആവശ്യമില്ല എന്ന് വൈജയന്തി പറയുക. അന്നേരം തന്നെ ഓക്കെ എന്ന് പറഞ്ഞ് അലീന ദേ ഈ നിമിഷം മുതൽ നീ കുക്ക് ചെയ്യുന്ന ഒരു ഭക്ഷണവും വൈജയന്തിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ബാലൻ പറഞ്ഞു. എനിക്കറിയാം തനി ഉണ്ടാക്കി കഴിക്കാൻ, ഒരുത്തിയുടെ സഹായം എനിക്ക് വേണ്ട എന്ന് വൈജയന്തി വലിയ ആളായി പറയുമ്പോൾ ഒരു വിധത്തിലുള്ള ഹെൽപ്പും ചെയ്തു കൊടുക്കാൻ പാടില്ല, പറഞ്ഞത് മനസ്സിലായോ എന്ന് അലീനയോട് ബാലൻ പറയാം. അലീന നിസ്സഹായതയോട് കൂടി ഇങ്ങനെ നോക്കുക കേട്ടോ. പേടിച്ച് വിറച്ച പാവ അവിടെ നിൽക്കുക. ഹോം നേഴ്സിനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ആരോട് ചോദിച്ചിട്ടാണെന്ന് ചോദിക്കുന്ന ബാലനോട്. അപ്പോൾ എനിക്ക് ഈ വീട്ടിലൊരു അവകാശം ഇല്ലെന്ന് ചോദിച്ചു ഈ വൈജ. ഇല്ല എന്ന് തീർത്തങ്ങ് പറഞ്ഞു ബാലൻ. വൈജയന്തി ഞെട്ടി. ആ നോട്ടം ആദ്യം പോയത് അലീനയുടെ നേരെയാണ്. കാരണം അലീനയുടെ മുന്നിൽ നാല് പുഴുത്ത് ഇങ്ങനെ നിൽക്കുകയല്ലേ, തോറ്റ് തുന്നം പാടി, എന്നിട്ട് ഒരു നാണവും ഇല്ലാണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ നിനക്കുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഞാൻ എടുത്തു കളഞ്ഞു. നിനക്ക് പോവാം, വരാം, കിടന്നുറങ്ങാം, പോകാം, വരാം, അത്രേ ഉള്ളൂ. വേറെ ഓരോ അധികാരവും നിനക്ക് ഈ വീട്ടിലില്ല, ഇന്നു മുതലില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ പറയൂ കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് പേടിയായി. അലീന പേടിച്ച് വിറച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പം ഞാനെന്നാ ചെയ്യേണ്ടത് എന്ന് നമ്മുടെ ചേച്ചി ചോദിച്ചു. നിന്നെ ജോലിക്ക് വിളിച്ച ആൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ സേവിച്ചോ, അവളുടെ മുറിയിൽ കിടന്ന് ഉറങ്ങുക, അവളുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുക,
പിന്നെ നിന്നെ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തും കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് വല്ലാത്ത ചതിയായി പോയിട്ടോ, ആരോടും ഇങ്ങനെയൊന്നും ചെയ്യരുത്, നിങ്ങൾക്ക് കുറെ കാശുണ്ടെന്ന് കരുതി അത് വെച്ച് കളിക്കുവാണോ എന്ന് ഈ സുമിത്ര വന്ന് വൈദ്യയോട് ചോദിക്കുക. അപ്പൊ അഡ്വാൻസ് കൈപ്പറ്റിയില്ലേ പോരെ, ഒരു ജോലിയും ചെയ്തില്ലല്ലോ എന്ന് ബാലൻ ഇങ്ങനെ ചോദിച്ചു. എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊണ്ടുവന്ന ഭാഗം എടുത്ത് ഇങ്ങനെ പോവുക ചേച്ചി എന്ന് പറഞ്ഞ ബാലൻ ഒരു നോട്ടം നോക്കിയിട്ട് എന്ന് കുറെ ഹുമ്മും വെച്ചിട്ട് ചേച്ചി അങ്ങ് പോയി. ആ ചേച്ചി പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഇങ്ങനെ നിൽക്കുക. ബാലചന്ദ്രനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണമെന്ന് ബാലൻ അന്നേരം അവിടെ വെച്ച് എല്ലാവരോടുമായിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു. വൈജയെക്കുളിച്ചാണ്, പഴയ ബാലചന്ദ്രൻ അല്ല ഇപ്പം ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരവും വൈജയന്തി ബാലനെ ഇങ്ങനെ തുറിച്ചു നോക്കുക കേട്ടോ. മക്കൾ പേടിച്ച് വിറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത് എന്നും പറഞ്ഞ് ബാലൻ മുകളിലോട്ട് കയറിപ്പോയി. അലീനയെ തുറിച്ചു നോക്കി വൈജി ഇങ്ങനെ നിൽക്കുക. അലീനയ്ക്ക് കരച്ചിലും വരുന്നുണ്ട്. ഈ സമയത്ത് ബാലൻ റൂമിൽ എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നും പറഞ്ഞുകൊണ്ട് വൈജ അങ്ങോട്ടേക്ക് കയറി ചെന്നു. വൈജ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ബാലൻ കിട്ടിയതൊന്നും പോരാഞ്ഞ് പിന്നെയും ചോദിച്ചു മേടിക്കാൻ പോവുക. എന്തിനാ കോളിംഗ് ബെൽ അടിച്ചതോ എന്ന് ചോദിച്ചു. അപ്പം അത് അടിക്കാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് എന്ന് ബാലൻ പറഞ്ഞു. അപ്പം എന്തിനാണെന്നാ ചോദിച്ചത് എന്ന് വൈജ പറയുമ്പോൾ അത് പറയേണ്ടവരോട് ഞാൻ പറഞ്ഞോളാം, അപ്പം എന്നോട് പറ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം എന്ന് വൈജ പറയുമ്പോൾ അയ്യോ എനിക്ക് തോന്നുന്നില്ല ചെയ്യുമെന്ന്, അപ്പം ഞാൻ നോക്കട്ടെ ചെയ്യാൻ പറ്റുമോന്ന്. അപ്പം നമ്മുടെ ബാലൻ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റു. നീ കൊല്ലപ്പള്ളി പോയി ശ്രീയേട്ടനെ പറമ്പിൽ നിന്നൊരു വാഴക്കൊല വെട്ടിക്കൊണ്ട് വന്ന് വർക്കേരിൽ കെട്ടി തൂക്ക്, ഞാലിപ്പൂവം മതി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ വൈജയെ കളിയാക്കുക. ബാലചന്ദ്രനെ തന്നെ കളിയാക്കുവാണെന്ന് ചോദിച്ചാൽ അയ്യോ ഇല്ല, വളരെ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിന്നെ കളിയാക്കാൻ ഞാനാരാ, എനിക്ക് പകരം അലീന വന്നാലും ഇത് തന്നെയാണോ പറയാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ല, അലീനയ്ക്ക് വേറെ ജോലിയുണ്ട്, അത് ഞാൻ കൊടുത്തോളാം, ഓരോരുത്തർക്കും അവരുടെ ശക്തിക്കും ബുദ്ധിക്കും അനുസരിച്ചിട്ടുള്ള ജോലി കൊടുക്കണമെന്നാ, അതാ ഞാൻ പറഞ്ഞോളൂ എന്നും പറഞ്ഞു ബാലൻ അവിടെ ഇട്ട് പൊളിക്കുക. അവളോട് പറയാനിരുന്ന ജോലി എന്നതാ, അത് നിന്നോട് പറയാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ, ഞാൻ അവളെ വിളിക്കാം, അവളോട് പറ കേക്കട്ടെ എന്താ വേണ്ടതെന്ന്. അപ്പം നീ വിളിക്കണ്ട, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ വീണ്ടും കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ കോളിംഗ് ബെൽ അടിച്ചപ്പോഴത്തേക്കും വൈജയ്ക്ക് ഭയങ്കര കൊലിപ്പ്. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ ഞാനൊന്നും പറഞ്ഞു നിൽക്കുക, രണ്ടിലൊന്ന് എന്താടി അറിയാനുള്ളത്, ഞാനെവിടെ ആരാണെന്നും അവൾക്ക് ഇവിടെ എന്താ സ്ഥാനമെന്നും എനിക്ക് അറിയണം എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ വൈജ വലിയ ആളായി പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. നീ വെറും പുഴു അട്ട, അറിയാവോ, നിനക്ക് നല്ല സ്വഭാവമാണെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാൽ മതി, അല്ലെങ്കിൽ നിന്റെ അമ്മയെ കൂട്ടി നീ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു കേട്ടോ ബാലൻ. അന്നേരത്തേക്കും നമ്മുടെ അലീന കയറി വരിക. അലീന കയറി വന്നപ്പോൾ സാറേ എന്ന് പറഞ്ഞ് വിളിച്ചു. വൈജയുടെ അടുത്ത് പോകാൻ അതിന് പേടി, അത് മാറി നിൽക്കുക. ആ സമയത്ത് അലീനയോട് എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി വൈജ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അലീന ഇങ്ങനെ വന്നു കേട്ടോ. എന്തിനാ സാർ വിളിച്ചത് എന്ന് അലീന ചോദിക്കുമ്പം എനിക്കൊരു കുക്കുംബർ സലാഡ് വേണമെന്ന് പറഞ്ഞു. അത് ഞാനിപ്പോൾ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അലീന പോകാൻ തുടങ്ങുമ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പമെന്ന് ചോദിച്ചു വൈജ നീ നേരെ ജോലി നോക്കി പൊയ്ക്കേ, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് നീ പറഞ്ഞിട്ടുള്ളതാ, അപ്പം നീ കുക്കുംബർ സാലഡ് എടുക്കണ്ട, ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു. എന്താ സംഭവിക്കുന്നതെന്നൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ അലീന ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് നീ അതനുസരിക്കണമെന്ന് അലീനയോട് ബാലൻ പറയുന്നു. ഓരോ അലീനയും ഒന്നും ഇവിടെ എടുക്കത്തില്ലെന്ന് വൈജയന്തി. കുക്കുംബർ സാലഡ് വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാമെന്നായി വൈജ. എന്നും പറഞ്ഞ് നിൽക്കുക നമ്മുടെ അലീന. അപ്പം നീ വാ ചെല്ല് കൊണ്ടുവാ, നീ കൊണ്ടുവരുന്ന കുക്കുംബർ സലാഡിൻ്റെ പ്ലേറ്റ് എടുത്ത് നിന്റെ മോന്ത അടിച്ച് പരത്തിയില്ലെങ്കിൽ എൻ്റെ പേര് ഞാനങ്ങ് മാറ്റി എഴുതുമെന്നും പറഞ്ഞു നമ്മുടെ ബാലൻ. നീ ചെല്ല്, ചെന്നിട്ട് വാ എന്നും പറയും. ബാലൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ, മുണ്ടും മടക്കി കുത്തി ചെന്നു. നീ കൊണ്ടുവാടി ചെല്ലാൻ പറഞ്ഞു. ഇത് കേട്ട് വൈജയന്തി കണ്ണും മിഴിച്ച് വായും പൊളിഞ്ഞിങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുത് കേട്ടോ, അല്ല കിടുക്കാച്ച എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുവാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.